നേരത്തെ ഇവിടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മുതഅല്ലിം മരണപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയ മഹാസൗഭാഗ്യത്തിൻ്റെ പ്രകടമായ തെളിവുകളാണ് ഈ സദസ്സും ആ മുതഅല്ലിം വഫാത്തായ സമയം മുതൽക്ക് അവരുടെ വീടുകളിൽ ദിനംപ്രതി നടന്നുകൊണ്ടിരുന്ന ധാരാളം വലിയ ഉന്നതന്മാരായ സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും ഒക്കെ ദുആഇന്റെ മജ്ലിസുകളുമെല്ലാം. മുതഅല്ലിമാവുന്ന കാലം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പവറുള്ള കാലമാണ്. ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയ ഓതിവെച്ച ഹദീസ്, മൻ സലക ത്വരീഖൻ മാമിൻ റജുലിൻ യസ്ലുകു ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ. ഇൽമ് പഠിക്കാൻ വേണ്ടി ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൽമിന്റെ വഴിയിൽ ഏതൊരു വ്യക്തി പ്രവേശിച്ചാലും ഇല്ലാ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, ആ വ്യക്തിക്ക് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ, ഒരാള് ഇൽമു പഠിക്കാൻ വേണ്ടി ആ ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ സലക്കല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു തആല അവനെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു എന്ന്. സാലം എന്ന് പറയുന്ന നമുക്കിടയിൽ വളർന്ന ആ പ്രിയപ്പെട്ട മുതഅല്ലിം എത്ര വലിയ ഭാഗ്യവാനാണ് എന്ന് ഈ ഹദീസ് മാത്രം വിശകലനം ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടും. ഇൽമു പഠിക്കാൻ വേണ്ടി ഇന്നലെ വരെ നാട്ടിൽ പാന്റ് ധരിച്ച് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്ത്രം ധരിച്ച് വേണ്ടതുപോലെ പള്ളിയോ ദീനീ സംരംഭങ്ങളോ ആയി ഒന്നും ബന്ധമില്ലാതെ ഇന്നലെ വരെ ജീവിച്ച ഒരു വ്യക്തി, അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഇൽമു പഠിക്കാൻ വേണ്ടി ആ രംഗത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ നിലക്ക് നാം ചിന്തിക്കുമ്പോൾ സാലം എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട മുതഅല്ലിമാകുന്ന സമയത്ത് അവർ മരണപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയ നേട്ടം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ വെളിച്ചത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്, റൂട്ടിലാണ് ആ കൂട്ടുകാരൻ ഉള്ളത് എന്ന് അല്ലാഹു ആ നിലക്ക് അദ്ദേഹത്തിനെ ആക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അതിന് അല്ലാഹു വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, ഇമാം ത്വബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇദാ ജാഅൽ മൗതു ത്വാലിബൽ ഇൽമി, ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അയാൾക്ക് മരണം സംഭവിച്ചു, വഹുവ അലാ തിൽക്കൽ ഹാൽ, ആ കുട്ടി മരിക്കുന്ന സമയം മുതഅല്ലിമായിട്ടാണ് മരണപ്പെട്ടത്.
എന്നാൽ മാത ഷഹീദ, അയാൾ മരിക്കുന്നത് ഷഹീദായി, ഇസ്ലാമിക രക്തസാക്ഷിയായി, റബ്ബിന്റെ അടുക്കൽ രക്തസാക്ഷിയായി ആണ് ആ കുട്ടി മരണപ്പെടുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാലം എന്ന് പറയുന്ന വിദ്യാർത്ഥി, അതുപോലെ നേരത്തെ ഇവിടെ പ്രസിഡന്റിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദിന്റെ പേരക്കുട്ടി നമ്മുടെ ഖുർആൻ അക്കാദമിയിലെ മുദർരിസായ അബ്ദുൽ ഹലീം അസ്ഹരി ഉസ്താദിന്റെ അനുജ സഹോദരനാണ്. അദ്ദേഹവും പെരുന്നാളിന്റെ അടുത്ത ദിവസം മരണപ്പെട്ടു, അപകടത്തിൽപ്പെട്ടു. രണ്ടുപേരുടെയും ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ അപകടത്തെ പറ്റി ഹോസ്പിറ്റലിൽ കഴിയുന്ന 2 പണ്ഡിതന്മാർ ഉണ്ട്. അല്ലാഹു അവർക്ക് പൂർണ്ണമായ ശിഫാ നൽകി, ആഫിയത്ത് നൽകി, ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുതഅല്ലിമ് മരണപ്പെടുമ്പോ അവരുടെ പിതാവ് ഇവിടെയുണ്ടാകും. ആ പിതാവിന്റെ വേദന എത്രയാണ്, മാതാവിന്റെ വേദന എത്രയാണ്. അവരെ പിതാവിനെ പോലെ നിന്ന് സ്വന്തം ജീവിതത്തിനോട് ചേർത്ത് പഠിപ്പിച്ച ഉസ്താദിന്റെ വേദന എത്രയാണ്. ആ മുതഅല്ലിമിന്റെ കൂടെ പഠിച്ചവരുടെ വേദനകൾ എത്രയാണ്. നമ്മളെല്ലാവരും വേദനിക്കുന്നതോടൊപ്പം നാം ചിന്തിക്കണം, അവന് ലഭിച്ചത് വലിയ മഹത്വമാണ്, വലിയ ദറജയാണ്, ഷഹീദായി മരിക്കാനുള്ള ഭാഗ്യം. അതുപോലെ തന്നെ ഇൽമിന്റെ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് അവനുള്ളത് എന്ന് പറഞ്ഞ ആ മഹാഭാഗ്യം ഉള്ള സമയത്താണ് സാലം എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മുതഅല്ലിം എന്ന് പറയുന്നത്, ഇൽമിന്റെ അഹ്ലുകാർ എന്ന് പറയുന്നത്, ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ഉള്ള വിഭാഗമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്. മഹാന്മായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് കാണാം. അഫ്ളലുസ് സ്വദഖ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വദഖ അയ്യതഅല്ലമൽ മർഉ ഇൽമ, ഒരു മനുഷ്യൻ അയ്യതഅല്ലമൽ മർഉൽ മുസ്ലിമു ഇൽമ, ഒരു വിശ്വാസിയായ മനുഷ്യൻ ഇൽമു പഠിക്കുക. സുമ്മ യുഅല്ലിമഹു അഖാഹുൽ മുസ്ലിം, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇതിനേക്കാൾ ഖനപ്പെട്ട ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള സ്വദഖ വേറെയൊന്നും ഇല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബി അജ്വദിൽ അജ്വാദ്, ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സ്വഹാബത്തെ? സ്വഹാബത്ത് എല്ലാവരും കൂടി പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, തങ്ങൾ പറഞ്ഞു തരൂ, ആരാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല അജ്വദുൽ അജ്വാദ്, ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ അല്ലാഹുവാണ്. വഅന അജ്വദു വൽദി ആദം, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ഞാനാണ്. വഅജ്വദുഹും മിൻ ബഅദി, എന്റെ കാലശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ റജുലുൻ ആലിമുൻ യൻസുറു ഇൽമ, നല്ലവണ്ണം അധ്വാനിച്ച് ഇൽമ പഠിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന. ഇവിടെ നമ്മുടെ മഹല്ല് ഖതീബ് മുദല്ലിസായ ഉസ്താദുണ്ട്, നജീബ് സഖാഫി ഉണ്ട്, ഹനീഫ സഖാഫി ഉസ്താദുണ്ട്, ഒരുപാട് മുദല്ലിസുമാർ ഈ സദസ്സിൽ ഉണ്ട്. സഹോദരങ്ങളെ, അവർ ചെയ്യുന്ന സ്വദഖയാണ് ലോകത്ത് ഏറ്റവും വലിയ സ്വദഖയെന്ന് ലോകത്തെ വിളിച്ചു പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള കോടികൾ പള്ളികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ, ലക്ഷങ്ങൾ മതസ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ, അവരവരുടെ സമ്പത്തുകൾ ദീനിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതിനേക്കാൾ അതിന്റെ മേലെ നിൽക്കുന്ന സ്വതക്ക ഇൽമ് സംഭാവന ചെയ്യലാണ്. നല്ലവണ്ണം കിതാബോധി പഠിച്ച് അത് മറ്റുള്ളവരിലേക്ക് സപ്ലൈ ചെയ്യുക. മദ്രസയിലൂടെ, പള്ളി ദർസിലൂടെ, ശരീഅത്ത് കോളേജുകളിലൂടെ, ദഅവാ കോളേജുകളിലൂടെ, വഅദിന്റെ മജ്ലിസുകളിലൂടെ, മതപഠന ക്ലാസുകളിലൂടെ സാധാരണക്കാരും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളുമായ ആളുകൾക്ക് വിജ്ഞാനം വിതരണം ചെയ്യുക എന്നതാണ് ലോകത്ത് തുല്യതയില്ലാത്ത സ്വതക്കയെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തെ ബഹുമാന ഒരു വ്യക്തി വരികയാണ്. മഹാനായ അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നു, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ വന്നു. വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമൽ ഏതാണ് നബിയേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു, ഇൽമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമൽ, ഇൽമാണ്. അൽ ഇൽമു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അറിയലാണ്, പഠിക്കലാണ്. വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുൽ അമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമൽ ഏതാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു ബില്ലാഹ്, ഇൽമാണ് മോനെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമല്. മൂന്നാമത് അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളോട് ഒന്നും കൂടി വ്യക്തമായി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അസ്അലുക അനിൽ അമലി വതുഖ്ബിറുനി അനിൽ ഇൽമി, ഞാൻ തങ്ങളോട് ചോദിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമല് ഏതാണ് എന്നാണ്. തങ്ങൾ എന്നോട് മറുപടി പറയുന്നത് ഇൽമിനെ കുറിച്ചാണ്. എന്റെ ചോദ്യം അമലിനെ പറ്റിയാണ്, തങ്ങൾ പറയുന്ന മറുപടി ഇൽമിനെ കുറിച്ചാണ്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, തങ്ങളെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമല് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ കൃത്യമായ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കുകയാണ്, മോനെ, ഇൽമ് തന്നെയാണ്. ഇന്ന ഖലീലൽ അമലി യൻഫഉ മഅൽ ഇൽമി, അതേ ആലിമാണോ, ചെറിയ അമലാണെങ്കിലും വലിയ ഉപകാരമാണ് കേട്ടോ. ചെറിയ അമലേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇൽമ് കയ്യിലുണ്ടെങ്കിൽ, ആ ഇൽമുള്ളവനാണ് അമൽ ചെയ്തതെങ്കിൽ അതിന്റെ ഉപകാരം വലുതാണ്. വഇന്ന കസീറൽ അമലി ലാ യൻഫഉ മഅൽ ജഹ്ലി, അതാ പകല് മുഴുവനും നിസ്കാരമാണ്, രാത്രി മുഴുവനും ഖുർആൻ പാരായണമാണ്, പകൽ മുഴുവനും നോമ്പിലാണ്, എല്ലാ സമയത്തും ഇബാദത്തിലാണ്. പക്ഷേ അവന് വിവരം കുറവാണ്, ഇൽമു കുറവാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ അത്ര ഉപകാരമുണ്ടാകൂല. ഏറ്റവും വലിയ ഉപകാരം കിട്ടണമെങ്കിൽ ഇൽമുള്ളതോടൊപ്പം അമല് ചെയ്യണം. അമല് കുറഞ്ഞാലും ഇൽമു കൂടെയുണ്ടെങ്കിൽ ആ അമലിന് വലിയ ഉപകാരമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയത് കാണാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സ്വഹാബി വര്യനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി തങ്ങളുടെ അടുക്കൽ അതാ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരികയാണ്. വന്നിട്ട് തങ്ങളോട് പറയുന്നു, ഇന്നഹു ലം യബ്ഖ മിൻ ഉമരി ഹാദർ റജുലില്ലദി തുഹദ്ദിസുഹു ഇല്ലാ സാഅ. അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി തങ്ങളും ഒരു സ്വഹാബിയും കൂടിയിരുന്ന് സംസാരിക്കുമ്പോ ആ മുത്തുനബി തങ്ങളെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, ഓ നബിയേ, തങ്ങളെ മുന്നിലിരുന്ന് ഈ സംസാരിക്കുന്ന സ്വഹാബിയുണ്ടല്ലോ, അദ്ദേഹം മരിക്കാനായിരിക്കുന്നു. ഒരല്പസമയവും കൂടി മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളത്. യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സമയം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പടച്ച റബ്ബേ, എന്റെ മുന്നിലിരിക്കുന്ന ഈ വ്യക്തിയോട് എങ്ങനെ ഈ വിവരം അറിയിക്കും, കൈകാര്യം ചെയ്യുമെന്ന് ചിന്തിക്കുകയാണ്. മുത്തുനബി തങ്ങൾ ആ മനുഷ്യനെ വളരെ സൗമ്യമായി വിവരമറിയിക്കുകയാണ്. നിങ്ങളെ മരണസമയം എത്തിയിട്ടുണ്ട്, മഗ്രിബിന്റെ മുമ്പ് നിങ്ങൾ മരണപ്പെടുന്നതാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്ക് കേട്ടപ്പോ പെട്ടെന്ന് മനസ്സൊന്ന് പിടയ്ക്കുകയാണ്, വേദനിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ ഔഫഖി അമലിൻ ലി ഫീ ഹാദിഹി സാഅ. മരിക്കാൻ ഏതായാലും സമയമായിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞതാണ്, വഹയി വന്നതാണ്, അത് പിഴക്കൂലെന്ന് ഉറപ്പാണ്. ഒരിക്കലും ആ വഹയി പിഴക്കൂലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്റെ മരണം ഉറപ്പാണ്. ഓ നബിയേ, ഈ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അമല് പറഞ്ഞു തരുമോ? മരിക്കുന്നതിന്റെ മുമ്പ് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ അമല് തങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? ഹബീബായ തങ്ങൾ പറയുകയാണ്, മോനെ, വേറെ ഒന്നിലേക്കും പോകേണ്ടതില്ല. ഇസ്തഗിൽ ബിത്തഅല്ലുമി, ഇൽമു പഠിച്ചോ. കിട്ടുന്നത് 10 മിനിറ്റ് സമയമാണെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് ഇൽമു നല്ലവണ്ണം ഇരുന്ന് അധ്വാനിച്ച് പഠിച്ചോ. ഫസ്തഗല ബിത്തഅല്ലുമി വഖുബില ഖബലൽ മഗ്രിബി. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലുത്. ആ സ്വഹാബി വര്യനൊന്നും ചിന്തിച്ചില്ല. മരണം മുഖാമുഖം ഇങ്ങനെ കാണുന്ന സമയത്തും മണിക്കൂറുകൾ ബാക്കിയില്ല, വളരെ കുറഞ്ഞ മിനിറ്റുകളെ ബാക്കിയുള്ളൂ. പക്ഷേ ആ സമയത്തും ഈ സ്വഹാബി ഇൽമു പഠിക്കുന്നു. കാരണം പറഞ്ഞത് മുത്തുനബി തങ്ങളാണ്. മഗ്രിബിന്റെ മുമ്പ് അവിടുന്ന് വഫാത്താകുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങള് അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഫലൗ കാന ശൈഉൻ അഫ്ളല മിനൽ ഇൽമി ലഅമറഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹി ഫീ ദാലികൽ വഖ്തി. അതേ ഇൽമിനേക്കാൾ വലുത്, ഇൽമിന്റെ മേലെ നിൽക്കുന്ന വല്ല അമലുമുണ്ടെങ്കിൽ, ഇൽമു പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള വേറെ ഒരു അമല് ബാക്കിയുണ്ടെങ്കിൽ മുത്തുനബി തങ്ങൾ ആ സമയത്ത് അത് ചെയ്യാൻ പറയുമായിരുന്നു. പക്ഷേ ഇൽമിന്റെ മേലെ ഒരു അമലില്ല. ഇൽമിനേക്കാൾ, ഇൽമു പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു അമലും
ലോകത്തില്ല. മുതഅല്ലിമുകളെ, നല്ലവണ്ണം അധ്വാനിച്ച് കിതാബ് പഠിക്കണം. അതെത്ര ആവർത്തിച്ചു പഠിക്കാൻ കഴിയുന്നുവോ അത്രയും തവണ ആവർത്തിച്ചു പഠിക്കണം. എത്ര നമുക്ക് പഠിഞ്ഞാലും വീണ്ടും വീണ്ടും പഠിക്കുന്നത് അത് വലിയ ശ്രേഷ്ഠതയുള്ള അമലാണ്. പഠിപ്പിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് രണ്ട് കാര്യം ഓർമ്മപ്പെടുത്തുന്നു, സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് ഏത് സമയത്തും അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓ മോനെ, ജീവിതമെന്ന് പറയുന്നത് കുറഞ്ഞ സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ്. നിന്റെയും എന്റെയും ഒക്കെ ജീവിതം കാണുമ്പോ ഇവിടെ ശാശ്വതമായി കാലാകാലം ജീവിക്കുന്നവരാണ് നമ്മളെന്ന ചിന്തയാണ്. പക്ഷേ അതല്ല, വളരെ കുറഞ്ഞ സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഫർഫഇ നഫ്സിക ബഅദ മൗതിക ദിക്റഹാ ഫദ്ദിക്റു ലിൽ ഇൻസാനി ഉംറുൻ സാനി. ഇവിടെ എത്ര കാലം ജീവിച്ചാലും മരണത്തിന് ശേഷം നമ്മളെ ഓർക്കുന്ന നിലക്ക് ജീവിക്കാൻ കഴിയണം. അതല്ലേ സാലം എന്ന് പറയുന്ന വിദ്യാർത്ഥി 20 വയസ്സുകാലമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ആ പൊന്നുമോന് നേടിയെടുത്തത് അതാണ്. ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളും ഈ മജ്‌ലിസിൽ കൂടി 52ഉം അതിലേറെയും ഒക്കെ ഖത്മുകൾ അവന് വേണ്ടി ഓതി, ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ ചൊല്ലി, ആയിരക്കണക്കിന് സൂറത്തുൽ ഇഖ്ലാസുകൾ ഓതി, എത്രയോ 10,000കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി, ധാരാളം സാദാത്തുക്കൾ ഉലമാക്കള് അവരുടെ വീട്ടിൽ വന്ന് ദുആ ചെയ്തു, ഖബറിന്റെ അടുത്തിൽ വന്ന് ദുആ ചെയ്തു. എത്രയോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് 10,000കണക്കിന് മുതഅല്ലിമുകൾ സാലമിന് വേണ്ടി ദുആ ചെയ്തു. ആ മുതഅല്ലിമു മരണപ്പെട്ട് അവിടുന്ന് യഥാ ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് അവരുടെ പേരിൽ നാട്ടുകാർ അനുസ്മരണ പ്രോഗ്രാം സംഘടിപ്പിച്ചു. നിന്റെ നഫ്സിന് വേണ്ടി നീ ചെയ്യേണ്ടത് മരിച്ചാലും മറ്റുള്ളവർ ഓർക്കണം. ഗൗസുൽ ആലം തങ്ങൾ വഫാത്തായിട്ട് കാലമെത്രയായി? അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വഫാത്തായിട്ട് കാലമെത്രയായി? മഹാനായ ഖുദ്സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വഫാത്തായിട്ട് വർഷങ്ങളായി. അതേ മഹാനായ ഖുതുബുസ്സമാൻ മൗലദ് ദവീല മമ്പുറം തങ്ങൾ വഫാത്തായിട്ട് കാലമെത്രയായി? അതുപോലെയുള്ള മഹാന്മാരാകുന്ന സാദാത്തുക്കളും ഉലമാക്കളും നേതാക്കളും ഒക്കെ വഫാത്തായിട്ട് കാലമെത്രയായി? പക്ഷേ ഇന്നും അവരെ ഓർക്കുകയാണ്, അവരെ പേരിൽ മൗലിദ് ഓതുകയാണ്, അനുസ്മരണങ്ങൾ നടത്തുകയാണ്, സാലമിന് വേണ്ടി അതാ പല സ്ഥലങ്ങളിലും ദുആ ചെയ്യുകയാണ്. എല്ലാവരും അവരെ കുറിച്ച് നല്ലത് പറയുകയാണ്. അതേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണപ്പെട്ടതിന്റെ ശേഷവും അവനെ കുറിച്ച് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് ഉംറുൻ സാനി, രണ്ടാമത്തെ ജന്മമാണവന്, അവന് ഇനിയുമുള്ള ജീവിതമാണ് ആ പറച്ചില്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ആ നിലക്ക് സംശുദ്ധമാക്കാൻ ശ്രദ്ധിക്കണം. ഒരൊറ്റ നിസ്കാരവും ഖളാ ആകാതെ പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് കഴിയുന്ന നന്മകൾ ചെയ്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഒരാളെയും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും
പറയാതെ അതേ ആലിമീങ്ങളുടെയും സാദാത്തുക്കളെയും മുതഅല്ലിമീങ്ങളെയും ഇൽമിനെയും പള്ളിയെയും മദ്രസയെയും ദീനീ സംരംഭങ്ങളെയും ഒക്കെ സ്നേഹിച്ചു മഹബ്ബത്ത് വെച്ചു അങ്ങനെ ദീനിന്റെ ആളുകളായി ജീവിക്കുമ്പോ നമ്മൾ അതാ റബ്ബ് തീരുമാനിച്ച സമയത്ത് മരണപ്പെടുമ്പോ ആ റബ്ബിന്റെ തീരുമാനമനുസരിച്ചു മരിച്ചാലും എത്രയോ ആളുകൾ നമ്മളെ സ്മരിക്കാനുണ്ടാകും, ദിക്റ് ചൊല്ലാനുണ്ടാകും, ദുആ ചെയ്യാനുണ്ടാകും, നമ്മളെ കുറിച്ച് നല്ലത് പറയാനുണ്ടാകും. ആ നിലക്ക് ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പ്രത്യേകിച്ചും മറ്റു ചെറുപ്പക്കാരോടും സഹോദരങ്ങളോടും സ്വന്തം എന്റെ ശരീരത്തോടും ഒക്കെ പൊതുവായും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വാഹനാപകടങ്ങൾ വർദ്ധിച്ച കാലമാണ്. മുതഅല്ലിമുകൾ പലപ്പോഴും വലിയ വലിയ അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെടുന്ന വാർത്തകൾ വർദ്ധിക്കുന്ന കാലമാണ്. ഈ വിശുദ്ധ ബലിപെരുന്നാളിന്റെ തൊട്ടു മുമ്പ് കൊളത്തൂര് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു സഅദിയായ ഉസ്താദിനെ കാണാൻ ഞാൻ പോയി. സഅദിയയിലെ എന്റെ ഉസ്താദുമാരും കൂടെ ഇവിടെ വന്നപ്പോൾ അവരെ കൂട്ടിപ്പോയതാണ്. അവിടെ ഒരു ഉസ്താദ് 17 വർഷമായി ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ അരയുടെ താഴ്ഭാഗം ചലനമില്ലാതെ ജീവിക്കുന്നു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കൊരു ഉപ്പയും ഉമ്മയും നമ്മുടെ കുടുംബങ്ങളും ഉണ്ട്. ആ ഒരു ബോധം വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇന്ന് അപകടങ്ങൾ വർദ്ധിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മുതഅല്ലിമുകൾ അവർ നല്ലവണ്ണം പ്രാക്ടീസ് ആയിട്ടല്ലാതെ ഒരിക്കലും ഒറ്റക്ക് ബൈക്ക് എടുത്ത് അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ എടുത്തു പോകരുത്. മുതഅല്ലിമുകൾ മാത്രമല്ല, എല്ലാവരും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പാതിരാത്രിയിൽ ഉറക്കൊഴിച്ച് ഡ്രൈവ് ചെയ്യേണ്ട വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ നമുക്ക് ഉറക്കുണ്ടെന്ന് തോന്നിയാൽ തന്നെ വാഹനം അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് നല്ലവണ്ണം ഉറങ്ങിയിട്ട് യാത്ര ചെയ്യാവൂ. ഒരുപക്ഷെ നാളെ നേരം വെളുത്താൽ നാം അർജന്റായി പങ്കെടുക്കേണ്ട പ്രോഗ്രാം ഉണ്ടായിരിക്കാം. പക്ഷേ ആ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് ജീവൻ വേണം. ആ ജീവൻ അറ്റ ചലനമറ്റ ശരീരം നാളെ ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന ഗതികേട് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വർദ്ധിക്കുന്ന കാലത്താണ് നാം ഉള്ളത്. അതുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്നവർ, വാഹനമോടിക്കുന്നവർ, ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ ഖദാ, റബ്ബിന്റെ തീരുമാനം, അത് അവൻ തീരുമാനിച്ചത് കൃത്യമായി നടക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ അത് റബ്ബ് തീരുമാനിച്ച പോലെ നടക്കുമെന്ന് വിചാരിച്ച് കടലിലെടുത്ത് ചാടിയാൽ പറ്റൂ, അതല്ലെങ്കിൽ തീക്കുണ്ടാരത്തിക്കെടുത്ത് ചാടിയാൽ പറ്റുമോ? നാം ചെയ്യേണ്ട പണി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങളൊക്കെ എപ്പോഴും മുതഅല്ലിമീങ്ങളോട് അവര് നാട്ടിലേക്ക് പോകുമ്പോൾ നിരന്തരം ഉപദേശിക്കാറുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മിതമായ സ്പീഡിൽ, നിങ്ങളുടെ കയ്യിൽ വാഹനം കിട്ടുമ്പോ, ബൈക്ക് കിട്ടുമ്പോ ഞാനൊരു കുതിരപ്പുറത്താണ് ഇരിക്കുന്നതെന്ന മെയിൻഡാണ് ചിലർക്കൊക്കെ. ഞാൻ വലിയ ഭൂമി മൊത്തം എന്റെ ഉള്ളം കയ്യിലാണ് എന്ന ചിന്തയാണ് പലർക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, ചെറുപ്പക്കാരെ, നാം വളരെയധികം ആത്മാർത്ഥമായി ഈ വിഷയം പരിഗണിക്കണം. നാം ഏതു സമയത്തും നമുക്ക് പറ്റാവുന്ന ഒരു സ്പീഡിൽ വാഹനം ഡ്രൈവ് ചെയ്യുകയും ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്യുകയും, അങ്ങനെ നമ്മുടെ നിയമങ്ങൾ, ഗവൺമെന്റ്, അതുപോലെ തന്നെ വാഹന വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കാതെ ഡ്രൈവ് ചെയ്ത് അപകടത്തിൽപ്പെട്ടാൽ നമ്മുടെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പലപ്പോഴും പറയാറുള്ളത് സ്വന്തം ശരീരത്തിനെ അവൻ അപകടപ്പെടുത്തുകയാണ് എന്നാണ്. അതിന്റെ കുറ്റം വലുതാണ്. അതുകൊണ്ട് നാം ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സൗമ്യമായി, വളരെ അച്ചടക്കത്തോടെ, നടത്തമാണെങ്കിലും ഇരുത്തമാണെങ്കിലും, വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, വാഹനം മാത്രമല്ല, നാം ജോലി ചെയ്യുന്ന പള്ളിയും സ്ഥാപനവും അതിന്റെ പരിസരങ്ങളും അവിടെയൊക്കെ നാം ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വീടിന്റെ മേൽഭാഗത്ത് നിന്ന്, അതല്ലെങ്കിൽ ബിൽഡിങ്ങുകളുടെ മേൽഭാഗത്ത് നിന്ന്
എത്രയോ വിദ്യാർത്ഥികൾ ഈ അടുത്ത ദിവസം താഴെ വീണ് മരണപ്പെട്ട് വേദനാജനകമായ വാർത്തകൾ നാം മാധ്യമങ്ങളിലൂടെ വായിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുമ്പോൾ അതിന്റെ ദുഃഖവും സങ്കടവും എത്രമാത്രമാണ് അവരുടെ രക്ഷിതാക്കൾക്ക് സഹിക്കേണ്ടി വരിക. അതുകൊണ്ട് ഈ കാര്യവും കൂടി ഗൗരവത്തിൽ എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ട സാലം എന്ന വിദ്യാർത്ഥിയുടെ ശരീകുമാരായ ആ ദർസിലെ മുതഅല്ലിമുകളായ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എല്ലാ സമയത്തും ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ഖുർആൻ ഓതണം, യാസീൻ ഓതണം, അതുപോലെ ഇഖ്ലാസ് സൂറത്ത് ഓതണം, ഫാത്തിഹ ഓതണം. നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ ആ കുട്ടിയെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുകയും നിരന്തരം അവർക്ക് വേണ്ടി നന്മകൾ ചെയ്ത് ഹസനത്തുകൾ ചെയ്ത് ഹദിയ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസിന്റെ വലിയ സന്തോഷം ആ കൂട്ടുകാരന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആ സാലം ഒരു മുതഅല്ലിമായതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഗുണം നമ്മുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലഭിച്ചത്. നാട്ടിൽ എത്ര ആളുകൾ മരിക്കുന്നുണ്ട്, എത്ര ചെറുപ്പക്കാർ മരണപ്പെടുന്നുണ്ട്, ചെറിയ പ്രായത്തിലുള്ളവർ മരണപ്പെടുന്നുണ്ട്. ആ മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ ഒക്കെ കൂട്ടുകാർ ഒന്നോ രണ്ടോ ദിവസം ആ വീടുകൾ സന്ദർശിക്കും, സങ്കടം പറയുമെന്നതിനപ്പുറം അവന്റെ ഖബറിലേക്ക് ഗുണം കിട്ടുന്ന ഇത്രയും വലിയ ഖത്മുകളുടെ ശേഖരം, അതുപോലെ തന്നെ തഹ്ലീലുകളുടെയും സൂറത്തുൽ ഇഖ്ലാസിന്റെയും യാസീനിന്റെയും ഒക്കെ ഇത്രയും വലിയ ശേഖരം ആ പ്രിയ കൂട്ടുകാരന്റെ ഖബറിലേക്ക് സംഭാവനയായി കിട്ടിയത്, അതല്ലേ ഒരാൾ മരണപ്പെട്ടാൽ അവർക്ക് കിട്ടേണ്ടത് ഏറ്റവും വലുത്. അത് കിട്ടിയത് സാലം ഒരു മുതഅല്ലിമായി ഇൽമിന്റെ ആളായി ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കളെ, പരമാവധി കഴിയുന്ന മക്കളെയൊക്കെ ഇൽമിന്റെ അഹ്ലുകാരാക്കാൻ ശ്രദ്ധിക്കണം. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മക്കളുടെ സ്കൂൾ പഠനത്തിനൊരു തടസ്സവും പ്രയാസവും ഉണ്ടാവില്ല. ആ പഠനമൊക്കെ നടക്കുന്നതോടൊപ്പം അവര് വലിയ ആലിമായി, വലിയ പണ്ഡിതനായി ഈ രംഗത്ത് സേവനം ചെയ്യാൻ തന്നെ എല്ലാവർക്കും ഒരു പക്ഷേ സാധ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനുമായും അള്ളാഹുവിനെയും മുത്തുനബിയെയും ഒക്കെ പരിചയപ്പെടാനുള്ള പ്രാഥമിക വിവരമെങ്കിലും ദർസുകളിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ സുന്ദരമായ ദർസുണ്ട്. അഭിവന്യരായ ഉസ്താദ് എല്ലാത്തിനും പറ്റിയ ഉസ്താദാണ്. ഉസ്താദിന്റെ അടുക്കലേക്ക് പുറത്തേക്കൊന്നും പറഞ്ഞേക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളെ നമുക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കാം. സ്കൂൾ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ അവര് പള്ളിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകട്ടെ, ആ സ്കൂളിൽ നിന്ന് പള്ളിയിൽ വരട്ടെ, ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വീട്ടിൽ അവർ വരട്ടെ, വേണമെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ അവർ വീട്ടിൽ വന്നോട്ടെ. അവർ ഉസ്താദിന്റെ അടുക്കൽ ദർസിൽ ചേർന്ന് പഠിക്കട്ടെ. അതുപോലെ തന്നെ പുറം നാടുകളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പറ്റിയ മക്കൾ, പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കാൻ പറ്റിയ, അതിന് നല്ല ബുദ്ധിയും ഫഹ്മും അഖ്ലും ഹിഫ്ദും ഒക്കെയുള്ള മക്കൾ, അവരെയൊക്കെ അത്തരം വഴികളിലേക്ക് ഈ നമ്മുടെ വളർന്നു വരുന്ന മക്കളെ നാം തിരിച്ചുവിടാൻ ശ്രദ്ധിക്കണം. ഈ പുതിയ സാഹചര്യത്തിൽ മക്കളൊക്കെ വഴിതെറ്റി സഞ്ചരിക്കുന്ന ഈ കാലത്ത് രക്ഷിതാക്കളായ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അത് എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രിയപ്പെട്ട സാലമിന്റെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ ഖബർ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പ്രിയപ്പെട്ട ഉപ്പ ഇവിടെയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബങ്ങളുണ്ട്, അവരെ പഠിപ്പിച്ച ഉസ്താദ് പ്രിയപ്പെട്ട നജീബ് സഖാഫി ഉണ്ട്. എല്ലാവർക്കും പരിപൂർണ ക്ഷമയും സമാധാനവും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഖൈറായത് അവർക്കെല്ലാം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവസാനം ഞങ്ങളെയൊക്കെ മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സുഖലോക സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കോ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കോ ഉസ്താദുമാർക്കോ ഞങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കോ സഹപ്രവർത്തകർക്കോ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾക്കും ഇത്തരം അപകടങ്ങളോ മാരക
രോഗങ്ങളോ പെട്ടെന്നുള്ള മരണങ്ങളോ പ്രയാസങ്ങളോ നീ നൽകല്ലേ അല്ലാഹ്. പ്രിയപ്പെട്ട കുറ്റിപ്പുറം അബ്ദുൽ മുഹൈമിൻ അഹ്സനി ഉസ്താദ് കഴിഞ്ഞ ദിവസം വഫാത്തായ കൂട്ടുകാരൻ, അവരെ ദറജ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അവരോടൊന്നിച്ച് യാത്ര ചെയ്തിരുന്ന രണ്ട് കൂട്ടുകാർക്കും ആജിലും കാമിലുമായ ശിഫാ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.